ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു വാഗമൺ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് ആ വാഗമണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ഫ്രഷ് റൂമാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് സ്നാക്സോ എന്താ വേണമെങ്കിലും കഴിക്കാം. ഇവിടെ ഒരു കുഞ്ഞിന് വേണമെങ്കിലും ഇരിക്കാം. എത്ര വെയിറ്റ് വേണമെങ്കിലും ഇത് താങ്ങിക്കോളും. 2 പേർക്ക് ഇരിക്കാം. പിന്നെ ഇവിടുത്തെ വ്യൂസൊക്കെ ഇതാണ്. പിന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് തൊട്ടപ്പുറത്തായിട്ട് തന്നെ. കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഊഞ്ഞാലുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഒരു പൂവുണ്ട്. നല്ല മഴയും കുടമഞ്ഞുമാണ് കേട്ടോ. അപ്പം നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ വ്യൂ ഒന്ന് നമുക്ക് ഇവിടെ തന്നെ ആദ്യമേ തന്നെ വന്നേക്കുന്നത് ഒരു ബാൽക്കണിയുടെ കണക്കിനുള്ള ഒരിതാണ്. അത് നമ്മൾ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ പാർക്കൊക്കെ കാണാം. പിന്നെ നമ്മുടെ ഇതൊക്കെ കാണാം. ഇതിങ്ങനെ ആക്കിയിട്ട് കണ്ട് ഇങ്ങനെ നീക്കാൻ പറ്റും ഗൈസ്. ഇതിപ്പോൾ നീങ്ങുന്നില്ലേ ഈ ഗൈസ്? ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്, അത് പിടിച്ചിട്ട് വേണം ഇങ്ങനെ നീക്കാൻ. അങ്ങനെ നമ്മൾ നീക്കുക. പിന്നെ നമുക്ക് വെളിയിലത്തെ ബാൽക്കണി ഒന്നുകൂടെ കാണിക്കുക. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് TV ഉണ്ട്, 2 ചെയറുണ്ട്. വെളി ഇതാണ് കേട്ടോ. നമ്മുടെ വെളിയിൽ കുപ്പിയും പട്ടയൊക്കെ ഉണ്ടെങ്കിലും പ്ലേ ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതാ ഈ പൂ നോക്കേ, പൊളിയല്ലേ? നമ്മുടെ ഈ ഒരു പരിസരം അപ്പുറത്തെ വീട്ടിലവരൊക്കെ ഉണ്ട് കേട്ടോ. അതിഥികളൊക്കെയാണ് നമുക്കുള്ളത്. ഇപ്പുറത്തെ വീട്ടിലോ അപ്പുറത്തെ വീട്ടിലോ അതിലത്തെ വീട്ടിലോ എല്ലായിടത്തും ഇതുണ്ടോ. ഇതാണ് നമ്മുടെ ബെഡ്. 2 പേർക്ക് കിടക്കാം. 4 തലാണ വീതമുണ്ട്. അതിലൊരു കുഞ്ഞു തലാണ എനിക്കാണ്, റെഡ്. ഇതെനിക്ക് എടുക്കുക. പിന്നെ ഇതച്ഛന്, ഇതമ്മയ്ക്ക് ആ വൈറ്റ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫോട്ടോസ്. ഒരു ടേബിളുണ്ട്, ഇങ്ങനെ തുറക്കാം, എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നൊരു ഗ്ലാസ്സാണ്. പിന്നെ ഇത് നമ്മുടെ അലമാര. അലമാരക്കകത്ത് ഇങ്ങനെ പൂട്ടൊക്കെ ചെയ്യാനുള്ള ഒരെണ്ണം ഉണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചാൽ താക്കോലൊക്കെ തരും കേട്ടോ. നമ്മളെന്തെങ്കിലും ചുങ്കത്തീനൊക്കെ മേടിച്ചതേ. ജ്വല്ലറി. ഇത്രയും സെക്ഷനാണുള്ളത് ഈ അലമാരയ്ക്ക്. നമുക്കിത് അടച്ചേക്കാം. പൊള്ളിയാണ് കേട്ടോ ഈ റൂം. ഇത് ഇവിടുത്തെയാണ് ഞാൻ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അവിടെ നമുക്ക് നിന്ന് കുളിക്കുകയോ ബാത്തിങ്ങോ എല്ലാം ചെയ്യാം. പിന്നെ വാഷിങ്ങിന് വേണ്ടി ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. കൈയൊക്കെ വാഷ് ചെയ്യാം. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ വരുന്നത്. പിന്നെ മിററുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ റൂമിലുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഇതാ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതുണ്ട്. ഇത് വേണമെങ്കിൽ എടുക്കാം. വാട്ടറുണ്ട്, വാട്ടർ വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് അങ്ങനെ കുറേ നമുക്കിവിടെ ഇരിക്കാൻ 2 ചെയറിനകത്ത് നല്ല കുഷ്യനായിട്ടുള്ള ചെയറാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി. പുറത്ത് നിന്ന് വേണമെങ്കിൽ കാണാം. ലോക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ് കേട്ടോ. എങ്ങനെയാണ്? കിട്ടുന്നില്ല. ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇവിടെ തുറക്കില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇതൊക്കെ ഉണ്ട്. ഞാൻ ലോക്ക് ചെയ്തയാ. നമുക്കങ്ങനെ അൺലോക്ക് ചെയ്തു. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഞാൻ ഒരു വലിയ മല കാണിക്കട്ടെ. അയ്യോ ഗൈസ്, ആ മല കാണത്തില്ല. ആ മല നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. മഞ്ഞ് കാണണം. മൊത്തത്തിൽ ഞങ്ങൾക്ക് കോടമഞ്ഞാക്കി ഗൈസ്. അവിടെ ഒരു നല്ല സൂപ്പർ മലയുണ്ടായിരുന്നു. നിങ്ങൾക്ക് വല്ല സൂം ചെയ്താൽ കാണുന്നുണ്ടോ? ഇല്ലല്ലേ, അത് മഞ്ഞ് കാണുന്നതാ. കണ്ടോ, അവിടത്തേക്ക് മഞ്ഞ് കണ്ടോ? മഞ്ഞ് കാണണം. ആ വീട് പോലും, ഈ മല പോലും കാണാൻ പറ്റത്തില്ല ഗൈസ്. അത്രയ്ക്ക് മഞ്ഞാണ് കേട്ടോ ഇവിടെ.
പൊളിയാണ് ഗൈസ്. പുറത്തൊക്കെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പറാണ് ഗൈസ്. നിങ്ങളെല്ലാവരും വന്ന് എൻജോയ് ചെയ്യണേ ഗൈസ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷീറ്റ്. അങ്ങനെ സൂപ്പറായിട്ട് നമുക്കിവിടെ നിൽക്കാൻ, ഡാൻസ് കളിക്കാൻ, ആഘോഷിക്കാൻ, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ആരും വരാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.